നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിൽ അതായത് കേരളത്തിൽ തന്നെ അസാധാരണമായ ഒരു നീക്കങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ജയരാജൻ ആത്മകഥ പ്രകാശനം ചെയ്യുന്നതോടുകൂടി രാഷ്ട്രീയ സ്ഥാനത്ത് നിന്ന് തന്നെ അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് തന്നെ മാറുമെന്ന് പറയുന്നു. കോൺഗ്രസിൽ സംബന്ധിച്ചാണെങ്കിൽ സുധാകരനും സതീശനും തമ്മിൽ അടിയുടെ പൊടിപൂരമാണ് നടക്കുന്നത്. സുധാകരൻ രാഷ്ട്രീയ അതായത് KPCC അധ്യക്ഷ സ്ഥാനം മാറാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അതിനിടയിൽ വലിയൊരു മാലപ്പടക്കവുമായി നിലമ്പൂർ MLA PV അൻവറിന്റെ എൻട്രിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് അൻവറിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിലും അതുപോലെ തന്നെ പോലീസിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ മുൻനിർത്തി ഭരിക്കുന്നത് മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും നിലമ്പൂർ MLA ഉന്നയിക്കുന്നുണ്ട്. MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്ന് ശക്തമായ രീതിയിൽ തുറന്നടിക്കുകയാണ് നിലമ്പൂർ MLA. MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് ഒരു സംശയം തന്നെ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്നാണ് അൻവർ പറയുന്നത്. ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലൊരു ജീവചരിത്രം പഠിച്ചവനെ സാധിക്കുള്ളൂ. അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് MR അജിത് കുമാർ. MR അജിത് കുമാർ ഒരു അസിസ്റ്റന്റിനെ വച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ MR അജിത് കുമാറിന്റെ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. അജിത് കുമാറിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന കോൾ റെക്കോർഡുണ്ട് എന്റെ കയ്യിൽ. സംസാരിക്കുന്നതിന് സഹോദരനോടാണ്. ആ കോളിന്റെ അങ്ങേയറ്റത്ത് മറ്റൊരാളുണ്ട്. കൊലപാതകം നടത്തിച്ചിട്ടുണ്ട് അജിത് കുമാർ. വാദിയും പ്രതിയും നിങ്ങളുടെ മുന്നിൽ വരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഭവം. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ടുണ്ട്. കൊണ്ടുപോയി കൊന്നതാണെന്നാണ് കരുതുന്നത്. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലാണ്. എല്ലാം കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതാണത്. ദുബായിൽ നിന്ന് വരുന്ന സ്വർണം വരുമ്പോൾ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും. കസ്റ്റംസിൽ നല്ല ബന്ധമുണ്ട് സുജിത് ദാസിന്. നേരത്തെ കസ്റ്റംസിലായിരുന്നു ഈ ഉദ്യോഗസ്ഥർ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കാണുന്നുണ്ട്. അവർ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും. പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടും. എന്നിട്ട് 50-60% സ്വർണം പോലീസുകാർ അടിച്ചു മാറ്റും. ഇതാണ് ഇവരുടെ രീതി. മുൻ മലപ്പുറം SPയും ഇപ്പോൾ പത്തനംതിട്ട SPയുമാണ് സുജിത് ദാസ്. സുജിത് ദാസിനെ MR അജിത് കുമാറാണ് നിയന്ത്രിക്കുന്നത്. നിലമ്പൂർ MLAയുടെ വെളിപ്പെടുത്തലെല്ലാം തന്നെ നേരെ വിളിച്ചുകൊണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അതായത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തരം നോക്കാൻ അറിയില്ല, അതായത് പൂർണ്ണ പരാജയമാണെന്നാണ് നിലമ്പൂർ MLA അൻവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അൻവറിന്റെ ആരോപണം ADGPക്കെതിരെ നടത്തുന്നത് അതീവ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഒരു സമഗ്രമായ അന്വേഷണം, അതായത് സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ ഒരു അന്വേഷണത്തിന് പിണറായി സർക്കാർ ഉത്തരവിട്ടതുപോലെ പോലീസിന്റെ മേഖലയിലേക്ക് ഒരു ജസ്റ്റിസിനെ വെച്ചിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ പിണറായി വിജയൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ADGPയാണ് ലോ ആൻഡ് ഓർഡർ ഒക്കെ നിയന്ത്രിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ അടപടലം വന്ന് പൊളിച്ചിട്ടായിരിക്കും പോകുന്നത്. അതായത് മൊത്തത്തിൽ അരിച്ചു പറക്കിയായിരിക്കും അവരൊരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം ചിലപ്പോൾ ഇടതുപക്ഷത്തിന് നിലനിൽപ്പ് തന്നെ ബാധിച്ചേക്കും. അതായത് ഇടതുപക്ഷത്തെ മൊത്തത്തിൽ തന്നെ ഒരു നാണം കെടുത്തുന്ന രീതിയിലേക്കും, അല്ലെങ്കിൽ പോലീസ് മേഖലയിൽ ഇരിക്കുന്ന ഗുരുതരമായ ഒരുപാട് സംഭവങ്ങൾ തന്നെയുണ്ട്. അതായത് പോലീസ് മേഖലയിലെ കൊടിയ പീഡനങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ, ഡ്യൂട്ടി, അതായത് അവിടുത്തെ പോലീസിലെ ജീവനക്കാരെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പോലീസുകാർ ഇപ്പോൾ DGPക്ക് തന്നെ രാജിക്കത്ത് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ പുറത്തു വരുമ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പിന്നെ ഒരു വിലയും ഇല്ലാതെയാവും. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക്, അതായത് പിണറായി വിജയന് പിന്നെ ഒരു വിലയും ഇല്ലാതാവും. ഒരു വകുപ്പ് പോലും നേരെ നോക്കാൻ അറിയാത്ത ഒരു മന്ത്രി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലവാരം തന്നെ താഴ്ന്നു പോകുമെന്നത് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. അതുകൊണ്ട് നിലമ്പൂർ MLAയുടെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ട്.
എം എൽ എ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പി ശശി, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശശിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോ പിണറായി വിജയനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് അറിയേണ്ടതുണ്ട്. അതിന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്നതും ഈ നിലമ്പൂർ എം എൽ എയുടെ ഈ ഒരു പ്രസ്താവനയിൽ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്.